ഹലോ പീപ്പിൾ, ദീപിൻ ഷോർട്ട് മൂവി റിവ്യൂയിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. റിവ്യൂയിലേക്ക് പോകാം. 2024 മെയ് 3 സുന്ദർ സി സംവിധാനം ചെയ്ത് തിയേറ്റർ വഴി പുറത്തിറങ്ങിയ തമിഴ് ചിത്രമായിരുന്നു അരമനെ 4. സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ സിനിമയുടെ വിഷ്വൽ എഫക്ട്സും പിന്നെ ഈ സിനിമയുടെ തമന്നയുടെ അഭിനയമാണ്. കാരണം സ്റ്റോറി എന്നൊക്കെ പറയുന്നത് കുഴപ്പമില്ലെങ്കിലും ഒരു തവണയൊക്കെ കണ്ടിരിക്കാൻ പറ്റിയൊരു സിനിമ തന്നെയാണ് അരമനെ 4 എന്ന ചിത്രം. ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട തമന്നയുടെ കേസാണ്. ഇതിലൊരു ഐറ്റം ഡാൻസിൽ മാത്രമല്ല തമന്ന പ്രത്യക്ഷപ്പെടുന്നത്. നല്ല വൃത്തിയെ തമന്ന ആ അമ്മ കഥാപാത്രം നല്ല വൃത്തിയെ അവതരിപ്പിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയേണ്ടിരിക്കുന്നു ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ. കാരണം വെച്ചാൽ ഒരു ഇമോഷൻസ് നല്ല വൃത്തിയ എന്നിലൂടെ ആ ക്യാരക്ടർ ഉണ്ടാക്കിയിട്ടൊക്കെ പറ്റിയിട്ടുണ്ട്. കാരണം വെച്ചാൽ നല്ല വൃത്തിയ ഇമോഷൻസിനൊക്കെ നല്ല വൃത്തി വർക്കൗട്ട് ആയിട്ടുണ്ട്. കാരണം വെച്ചാൽ ഒരുപാട് വർഷങ്ങൾക്കിടയിൽ ആ പഴയ തമന്നയുടെ അഭിനയം അവർ അഭിനയിക്കാൻ തുടങ്ങിയ ഒരു രക്ഷയില്ല കേട്ടോ. കിട്ടിലൊരു ചെയ്ത് വെച്ചിട്ടുണ്ട് ആ സീൻസൊക്കെ എന്ന് പറയുന്നത്. അമ്മ ക്യാരക്ടർ എന്ന് പറയുന്നത് അത് ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ എന്നെ വല്ലാണ്ട് ഒരു ഇമോഷൻസായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ അരമനെ സീരീസിൽ എടുത്ത് നോക്കുമ്പോൾ നല്ല വിഷ്വൽ എഫക്ട്സാണ് ഇതിൽ ചെയ്ത് വെച്ചിട്ടുള്ളത്. കോപ്പിയടി ഉണ്ട്, നമ്മളെ മാർവൽ സിനിമാറ്റിക്സിൽ നിന്ന് ഒരുപാട് കോപ്പിയടി ഉണ്ടെങ്കിലും അത്യാവശ്യത്തിന് അതും കണ്ടിരിക്കാൻ പറ്റിയ ഒരു സംഭവങ്ങൾ തന്നെ വിഷ്വൽ എഫക്ട്സ് നോക്കിക്കഴിഞ്ഞാൽ. പിന്നെ സുന്ദർ സി എന്നെ സംവിധാനം ചെയ്ത് സുന്ദർ സി എന്നെയാണ് നായകനായിട്ട് വന്നിരിക്കുന്നത്. കൂടെ രാശി കണ്ണയും തമന്നയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ രാശി കണ്ണ എന്ന് പറഞ്ഞാൽ അവിടെ എവിടെയൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ലാത്തൊരു ക്യാരക്ടർ. പക്ഷേ തമന്നയാണ് ഈ സിനിമയിലെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അവരുടെ പെർഫോമൻസാണ് ഈ സിനിമയുടെ ഊർജ്ജം എന്ന് പറയുന്നത്. കാരണം വെച്ചാൽ രണ്ട് പ്രേതങ്ങളെ കഥയുടെ മെയിൻ ചെയ്താണ് ഫോക്കസ് ചെയ്ത് പോകുന്നത്. അരമനിൽ നടക്കുന്ന ഒരു അഴുക്ക പ്രേതവും ഇവിടെ നടക്കുന്ന നല്ല പ്രേതവും തമ്മിലുള്ള ഒരു ഫൈറ്റാണ് ഈ സിനിമയുടെ മെയിനായിട്ട് ചർച്ച ചെയ്ത് പോകുന്നത്. എല്ലാവർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കഥയൊക്കെ തന്നെയാണ്. പക്ഷേ ഇതിൽ അഭിനയമാണ് മികച്ചിരിക്കുന്നത്. അതാണ് എനിക്ക് എടുത്ത് പറയേണ്ടത്. തിയേറ്ററിൽ ചെന്ന് കാണണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇത് തിയേറ്ററിൽ ചെന്നാണ് കണ്ടത്. കുഴപ്പമില്ല. എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പറഞ്ഞിട്ടിരിക്കുന്നു. കാരണം വെച്ചാൽ അത്ര ഗംഭീരമല്ല എന്നാൽ അത്ര മോശമല്ല. അങ്ങനത്തെ ഒരു എബോ ആവറേജിൽ നിൽക്കുന്ന ഒരു സിനിമയാണ് അരമനെ 4. അപ്പോൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തിയേറ്ററിൽ ചെന്ന് കാണാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ OTT വിടുമ്പോൾ കാത്തിരിക്കുക. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ അരമനെ എന്ന് പറഞ്ഞ അരമനെ എന്ന സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.